വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറയൂലേ, അതുപോലെയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ചെടികളുടെയൊക്കെ അവസ്ഥ. അകത്തിരുന്നേച്ച ചെടികളെ 2 ദിവസം സൂര്യപ്രകാശം കൊള്ളാനായിട്ട് ഞാനൊന്ന് പുറത്താക്കിയതാണ്. പക്ഷേ കനത്ത ചൂട് കാരണം ദേ ഇത് നോക്കിയേ, പച്ച ഇലയെല്ലാം വെള്ള ഇലയായി മാറിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വെച്ച പോലെ തന്നെ ഞാൻ അകത്തോട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ആകെ 5-6 ചെടികളേ ഉള്ളൂ. അതും ഏകദേശം ഒരു വെള്ളച്ച കളറാണ്, മിക്കതും വെള്ളച്ചിരിക്കണേണ് കേട്ടോ. ഇപ്പോൾ കേടായ ചെടികളുടെ ഇലയൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടൊന്ന് സംരക്ഷിക്കാമെന്ന് കരുതി. അപ്പോൾ അതേ മഞ്ഞ കളറും ഉണ്ട്, ഏകദേശം ഒരു വാടിയ പോലത്തെ എന്തോ ഒരു അസുഖം വന്ന പോലെ ഇരിക്കണം കേട്ടോ. എൻ്റെ ഈ തണലത്ത്, അതായത് ഷീറ്റിൻ്റെ താഴെയാണ് ഞാൻ വെക്കാറ്. എനിക്കധികം മുറ്റമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ നേരിയ സൂര്യപ്രകാശം കൊള്ളണ സ്ഥലത്താണ് കേട്ടോ ഞാൻ വെച്ചത്. അതിനെയാണ് ഞാൻ കൊണ്ടേ പുറത്താക്കിയത്. അപ്പോൾ അത് ഏറ്റവും നാശമായി പോയത് എൻ്റെ മണി പ്ലാന്റ് ആണ് കേട്ടോ. ഏകദേശം പകുതി മുക്കാലും ചെടിയുടെ ഇലയൊക്കെ എല്ലാം ഇങ്ങനെ വാടി ഉണങ്ങി മഞ്ഞ കളറിലൊക്കെ ഇരിക്കണേ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ മുമ്പ് ചെടികളൊക്കെ വെച്ചിരുന്നത്. അവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ചെടികളെയൊക്കെ. അകത്തിരിക്കുന്ന ചെടികളെല്ലാം തന്നെ ഇലച്ചെടികളാണ് കേട്ടോ. പൂക്കളുള്ള ചെടികളുണ്ട്, അത് ഗേറ്റിന് പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് ഇവിടെ എൻ്റെ മതിലിന് ചുറ്റും, അതായത് ഇങ്ങനെ നിരനിരയായിട്ട് 10 മണിപ്പൂക്കളുടെ ചെടികളാണ് കേട്ടോ ഞാൻ മതിലിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചത്. അപ്പോൾ അത് രാവിലെ ആകുമ്പോഴേക്കും ഇതെല്ലാം ഇങ്ങനെ ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ലൊരു പോസിറ്റീവായിരുന്നു. പക്ഷേ അതും എന്തോ ഒരു കേട് വന്ന് പോയി. അപ്പോൾ ഇത് എൻ്റെ വൈകുന്നേരത്തെ പണികൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തെ കറികളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓരോ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കണേ. ഇന്ന് ചായക്ക് കടിയായിട്ട് മിച്ചർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടി ഇന്ന് ചായയൊക്കെ കുടിച്ച് ഇനി നേരെ ഞങ്ങൾ ഷോപ്പിലോട്ട് പോവാണ്.